ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ സുഖ സൗകര്യങ്ങളും ആത്മീയമായും ലൗകികമായും എല്ലാ നന്മകളും ഉണ്ടാകണം. എല്ലാവർക്കും രോഗങ്ങളെല്ലാം മാറണം. എല്ലാ ഭക്തമക്കളും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങണം. ഭഗവാന്റെ കൃപ എല്ലാവരിലും എത്തണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം അല്പം ചൊല്ലാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ, നാരായണ തവ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബത കളയരുതാരും, മരണം വരുമിനി എന്നു നിനഞ്ചിക മരുവുക സതതം നാരായണ ജയ. കാണുന്നു ചിലർ പലതുമുപായം, കാണുന്നില്ല മരിക്കുമിതെന്നും, കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നീ കാണൂ നാരായണ ജയ. കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം, മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബത നാരായണ ജയ. കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം, സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ, നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. അപ്പുറത്ത് നല്ല ജോലി നടക്കുന്നു, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒക്കണക്ക് വായിക്കാം. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമുക്കിന്ന് കൃഷ്ണാവതാരമാണ് വായിക്കാനുള്ളത്. ദശമസ്കന്ധത്തിൽ കൃഷ്ണാവതാരം. ഭഗവാൻ അവതരിക്കുന്ന എന്തിനാ? ദേവ അസുരന്മാരായിട്ടുള്ള യുദ്ധം നടന്നപ്പോൾ അസുരന്മാരെല്ലാം മരിച്ച്, ദേവാസുര യുദ്ധം പണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് അസുരന്മാരെല്ലാം മരിച്ച് അവരെല്ലാം ഭൂമിയിൽ വന്ന് ജനിച്ചു. അസുരന്മാരാണ്. അപ്പോൾ ഭൂമിയിൽ ജനിച്ചപ്പോൾ ഭൂമിക്ക്, ഈ അസുരന്മാരല്ലയോ, അവരുടെ സ്വഭാവം എന്താ? ഭൂമിക്ക് എത്രമാത്രം ഭാരവും ദുഃഖവുമായി സാധുക്കൾക്കും ഭക്തന്മാർക്കും സന്യാസിമാർക്കും എല്ലാവർക്കും അവർ ഈ അത്രമാത്രം അഹങ്കാരം പിടിച്ചവരാണല്ലോ ഈ അസുരന്മാർ. അവരെ കൊണ്ട് ഭൂമിക്ക് ഭാരമായി, വിഷമമായി. അപ്പോൾ ഭൂമിദേവി എന്ത് വന്നു? ബ്രഹ്മാവാന്നല്ലോ നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടികളാണ് ഈ ഭൂമിദേവി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എവിടെ ചെന്ന് പറയും? വിധാതാവിനോട് പറയും, ബ്രഹ്മാവിനോട് എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? അവിടുന്ന് എന്ത് പറയാനാ? ബ്രഹ്മാവിനോട് വല്ലതും നടക്കുമോ? ഈ അസുരന്മാരെ ഒറ്റയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് പരമേശ്വരനോട് എന്ന് പറഞ്ഞു. പരമേശ്വരൻ എന്തു ചെയ്തു? എന്നാൽ നമുക്ക് പാലാഴി പോയി ഭഗവാൻ നാരായണനോട് പറയാം. അങ്ങനെ അവിടേക്ക് ചെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനോട് ഇവരെല്ലാം അപേക്ഷിച്ചു. ഈ ഭൂമിദേവിയായിരിക്കുന്നത് നമ്മളെല്ലാവരും ഭൂമിദേവികളാണ്.
നമുക്കൊക്കെ ദുഃഖവും ദുരിതവും ഇപ്പോഴുണ്ട്. അതിനേക്കാൾ ദുരിതങ്ങളാണ് ഇപ്പോൾ നമ്മളിലിരിക്കുന്ന ഭഗവാൻ നാരായണൻ എവിടെയാ? നമ്മുടെ ഹൃദയത്തിലുണ്ട്, പാലാഴി നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളങ്ങനെ പറയുമ്പോൾ ഭഗവാൻ അവതരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരം ഭഗവാൻ കാണണം. അതുകൊണ്ട് അന്ന് ഇങ്ങനെ ആദ്യമേ ചെന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു, കരഞ്ഞു പറഞ്ഞു. അവിടുന്ന് അവരെല്ലാവരും കൂടെ ഭഗവാൻ ശിവനെടുക്ക ചെന്നു. അവിടുന്ന് എല്ലാവരും കൂടെ ചെന്ന് ഭഗവാൻ വൈകുണ്ഠത്തിൽ കഴിയുവാണല്ലോ നാരായണൻ, ഇതിൻ്റെ എല്ലാം മൂലകർത്താവ്, അവിടെ പോയി പറഞ്ഞു. അങ്ങനെ ഭഗവാൻ തീരുമാനിച്ചു കൃഷ്ണനായിട്ട് അവതരിച്ചത്. അങ്ങനെയാണ്. നമുക്കത് വായിച്ചു പോകാം. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഭഗവാൻ അവതരിക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ദുഷ്ടരായ അസുരന്മാരെ വകവരുത്താൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. അല്ലാതെ കാരണം സാധുക്കൾക്കും ഒരുപാട് ജനങ്ങൾക്ക്, ഭക്തന്മാർക്കും മഹർഷിമാർക്കും എല്ലാം ഉപദ്രവമായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് വായിക്കാം. ആദ്യമേ ഭഗവാന് ഇങ്ങനെ അസുരന്മാരുടെ യുദ്ധത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പോഴാണല്ലോ ഇതൊരു നിമിത്തം വന്നെങ്കിലല്ലേ ഭഗവാൻ ഇവിടെ അവതരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ദുഷ്ടരെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് ഭൂമി ദേവി കരഞ്ഞു എന്ന് പറഞ്ഞത്. ശ്രീകൃഷ്ണ അവതാരം. കേട്ടുകൊള്ളുകെങ്കിൽ അമര അസുരയുദ്ധത്തിങ്കിൽ, അത് അമരന്മാരും ദേവന്മാർ, അമരൻ പിന്നെ അസുരന്മാർ, അതാണ് അമര അസുര. കേട്ടുകൊള്ളുകെങ്കിൽ അമര അസുര യുദ്ധത്തിങ്കിൽ വാട്ടമെന്നിയേ മരിച്ചിടിനോരാസുരകൾ ധാത്രീന്ദ്രന്മാരായി വന്നു പിറന്നു മുഴുക്കയാൽ ധാത്രിയും ഭാരം കൊണ്ട് തളർന്നു ചമഞ്ഞ് അപ്പോൾ ഗോരൂപം പരിഗ്രഹിച്ച് ആളകം ഇടർപൂണ്ട് സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞു ഏറ്റം. അത്രത്തോളം അവർ കരഞ്ഞ്. സാരസാസന ലോകം വെച്ചാൽ ഭഗവാൻ ബ്രഹ്മാവിനാണ്, അതാണ് സാരസാസന ലോകം, അതായത് ബ്രഹ്മലോകത്ത്. അവിടെ ചെന്ന് ഗോരൂപം പരിഗ്രഹിച്ചു പോയി ചെന്ന് പറയുന്നു. സാധുവാണല്ലോ പശു. അപ്പോൾ നമ്മളെല്ലാവരും വെറും സാധുക്കളെയാണ് ഉപദ്രവിക്കുന്ന ഈ ദുഷ്ടന്മാർ. അപ്പോൾ നമുക്കെല്ലാം ഒരു പശുവിനെ പോലെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത്ര സാധുവാണ് പശു. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശമാണ് അങ്ങനെ. നമ്മളെല്ലാവരും അങ്ങനെ നമ്മളെന്ത് ചിന്തിക്കുന്നു, നമ്മുടെ മനസ്സിൽ എന്താ ഇഷ്ടം, അത് തന്നെയാണ്. നമുക്ക് എങ്ങനെ വേണേലും നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് ഭാഗവത്ത് നമുക്ക് ഉൾക്കൊള്ളാം. ഞാൻ ഉൾക്കൊള്ളുന്നത് ഞാൻ ഒരു പശുവിനെ പോലെ അത്രമാത്രം ലഘു, അത്രമാത്രം നമ്മൾ ചെറുതെങ്ങ് സാധുവാണ്. അങ്ങനെ പറഞ്ഞെങ്കിലേ ഭഗവാൻ അത് കേൾക്കത്തുള്ളൂ. അപ്പോൾ അവിടെ എന്താ ഗോരൂപം എന്ന് പറയുന്നത്? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, എനിക്കിത് അല്ലാതെ ചിന്തിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ സാധുക്കളാണല്ലോ. ദുഷ്ടന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ സാധുക്കൾക്കല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ ദുഷ്ടന്മാർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സാധുക്കൾക്ക് എന്ത് വേണം? ഒരു അത്രമാത്രം ദയവോടുകൂടിയ ഒരു സ്വഭാവമാണ് പശുക്കൾക്കുള്ളത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഗോരൂപം തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇതുപോലെ ഭഗവാന് ആദ്യമേ ബ്രഹ്മാവ്, പിന്നെ അവിടെ എന്താണ് പരിഹരിക്കുന്നത്, അത് പിന്നെ പരമേശ്വരൻ്റെ അടുക്കലേക്ക് പോയി. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ വായിച്ചു പോകാം. അങ്ങനെ കരഞ്ഞ് ഏറ്റം നമ്മളിപ്പോൾ കരയുന്നുണ്ട്. ഒരുപാട് മക്കൾ അന്നത്തേനേക്കാൾ ഇന്ന് ദുഃഖവും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞ് കവിയുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. ഈ സാധുവായ ഈ ഗോരൂപമുണ്ട ഈ പശു ബ്രഹ്മാവിനോടെന്ന് പറഞ്ഞു. വിധാതാവ് ബ്രഹ്മാവ്. ഭേദാവും വിചാരിച്ചു കണ്ടു തൻ സഭായുധം വേഗേന പുറപ്പെട്ടു. ദേവതാപസന്മാരും നാഗഭൂഷണൻ തന്നെ കണ്ടുടൻ ഉണ്ടായി വന്ന സങ്കടം എല്ലാം ഉണർത്തിച്ചു നിന്ന് അതു കേട്ടു ശങ്കരൻ. അപ്പോൾ ഈ ദുഃഖദുരിതങ്ങളെല്ലാം ചെന്ന് ബ്രഹ്മാവും അവിടെയുള്ള ദേവതാപസന്മാരെല്ലാവരും കൂടെ നാഗഭൂഷണൻ, അതായത് പരമേശ്വരൻ അടുക്കലേക്ക് പോയി, ശിവശങ്കരൻ അടുക്കലേക്ക് പോയി. ബ്രഹ്മാവും ദേവന്മാരും മഹർഷി താപസന്മാരും ഈ പശുരൂപമായിരിക്കുന്ന എല്ലാവരും കൂടെ എവിടെ ചെന്നു? നാഗഭൂഷണൻ. എന്താ നാഗഭൂഷണൻ? പരമശിവനാണല്ലോ. കഴുത്തിൽ മാലയായിട്ട് സർപ്പത്തിനെ ഇട്ടേക്കുന്നതുകൊണ്ട് നാഗഭൂഷൺ പരമശിവൻ. അവിടെ ചെന്ന് ഈ സങ്കടങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു. സങ്കടമെല്ലാം ഉണർത്തിച്ച് നിന്ന് അത് കേട്ടു ആര്? ശങ്കരൻ കേട്ടു. ശങ്കരൻ താനും അനുകമ്പയാ, അദ്ദേഹത്തിന് അത്രമാത്രം അനുകമ്പ തോന്നി. എല്ലാവരോടും അനുകമ്പ. ഇങ്ങനായാലും എന്ത് ചെയ്യും ഈ ദുഷ്ടന്മാരെ കൊണ്ട്? അതുകൊണ്ട് അനുകമ്പയാ ഗിരീന്ദ്രജ തന്നെയും മന്ദസ്മിതാവലോകനം ചെയ്തുകൊണ്ട്
അങ്കുരിതാനന്ദേന നാം ഇവരോടും കൂടി പോകണം പാലാഴിപുക്ക് അംബുജനാഭൻ തന്നോടാകുല ഉണർത്തിപ്പാൻ എന്നെല്ലാം അരുൾ ചെയ്തു. അങ്ങനെ ഭഗവാൻ എന്തത് മന്ദസ്മിതാവലോകനം ചെയ്തെങ്ങനെ ഗിരിജ, അതായത് പാർവതീദേവി ഗിരിജ തന്നെയും എല്ലാവരും കൂടെ ചേർന്ന് അങ്കുരിതാനന്ദേന അത്ര സന്തോഷത്തോടുകൂടി എല്ലാവരും കൂടെ നാം ഇവരോടും കൂടി പോകണമെന്ന് ഭഗവാൻ ഗിരിജയെടുത്ത് പാർവതിയെടുത്ത് പറഞ്ഞു. അങ്ങനെ അവരും എല്ലാവരും കൂടെ എന്ത് ചെയ്തു? എല്ലാവരും കൂടെ പോകണം. എവിടെയാ? ഭഗവാൻ പരമാത്മാവായ നാരായണനെടുക്ക പാലാഴിയിൽ വൈകുണ്ഠത്തിൽ അംബുജനാഭൻ തന്നോടാകുല ഉണർത്തിപ്പാൻ എന്നെല്ലാം അരുൾ ചെയ്തു. അങ്ങനെ പോകണം പാലാഴിയിൽ. മേതുരവൃഷ പ്രവരോ ഉപരി കരയേറി, അതായത് കാളപ്പുറത്താണല്ലോ ഭഗവാൻ പോകുന്നത്. അങ്ങനെ മേതുരവൃഷ പ്രവരോ ഉപരി കരയേറി സാദരം ഗുഹ ഗണേശാദികളോടും ചേർന്ന് സുബ്രഹ്മണ്യനും ഗണപതി ഭഗവാനും എല്ലാവരും കൂടെയാണ് പോണത്. അങ്ങനെ ഭൂദേശൻ നന്ദീശാദി ഭൂതസംഹിതയോടും ഭൂദേശന്മാരും നന്ദീശനും ഭൂതഗണങ്ങളും എല്ലാവരും കൂടെ ഈ ബ്രഹ്മാവും അതുപോലെ ദേവതാപസന്മാരും ഭൂമിദേവിയും എല്ലാവരും കൂടെയാണ് പോകുന്നത്. ഭൂദേശൻ നന്ദീശാദി ഭൂതസംഹതിയോടും മാതൃക്കളോടും ദേവതാപസാദികളോടും ലോകേശ മുഖക്ഷിതി ദേവകളോടും നാഗലോക മോഹനകര വാദ്യഘോഷങ്ങളോടും നാരദനുടെ വീണാരാവ സംഗീതത്തോടും പാരാത പയോരാശിതൻ തീരസ്ഥലം. അങ്ങനെ പാലാഴിയുടെ അവിടുത്തെ തീരസ്ഥലത്ത്, പാലാഴി തീരത്ത്, പാലാഴിയിലെ തീരസ്ഥലത്ത് വരെ ചെന്നു. പാരാതെ പയപ്പയോരാശിതൻ തീരസ്ഥലം, പാലാഴിയിലെ തീരത്ത് വരെ ചെന്നപ്പോൾ സാരസദീപം പ്രാപിച്ച് ആദരപൂർവം ഭക്തിയാ മാരാരി മുതലായ വാനവരെല്ലാവരും മാധവൻ തന്നെ സേവിച്ചിടിനാർ വഴി പോലെ. അങ്ങനെ ഭഗവാനെ നാരായണനെ എല്ലാവരും വഴിപോലെ സേവിച്ചു. ഭഗവാൻ മാധവനെ നാരായണനെ വേദാവും വേദാന്താർത്ഥസാര സംഗ്രഹമായ പുരുഷസൂക്തം കൊണ്ട് കരുണാശാലി പരൻപുരുഷൻ തന്നെ സേവിച്ചിടിനാനിളകാതെ, ഒരിളക്കം കൂടാതെ ഭഗവാനെ പുരുഷസൂക്തം ചൊല്ലി ഭഗവാൻ കരുണാശാലിയായിരിക്കുന്ന ഭഗവാനെ അങ്ങനെ സേവിച്ചു. ഇളകാതെ, ഇളക്കമില്ലാതെ ഏകാത്മാവായി ഉറച്ചെന്നും കൊണ്ട് മനസ്സിനെ ഏകാഗ്രമായി നിർത്തിക്കൊണ്ട് പുരുഷസൂക്തം ചൊല്ലി കരുണാശാലിയായ ഭഗവാനെ ആര്? വേദാന്താർത്ഥ സാര സംഗ്രഹമായ, അത് വേദാവ് ബ്രഹ്മാവ്, അതാണ് വേദാവാണ്. ഇങ്ങനെ പുരുഷസൂക്തം ചൊല്ലി ഭഗവാനെ സേവിച്ചു. പരൻപുരുഷൻ കരുണാശാലി പരൻപുരുഷനെയാണ് വേദാവായ ഈ ബ്രഹ്മാവ് പുരുഷസൂക്തം ചൊല്ലി ഭഗവാനെ അത്രമാത്രം ഏകാഗ്രതയോടുകൂടി തന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ തൽക്കാലേ പുരോഭുവി കേവലം തെളിഞ്ഞ് ആയുധാർക്കമണ്ഡലം ഉദിച്ചുയരുന്നത് പോലെ പുഷ്കരോത്ഭവന് കാണായി വന്നിതതിങ്കൽ നിന്ന് ഒക്കവേ ഭഗവൽ സങ്കല്പങ്ങൾ കേൾക്കായി വന്നു. അപ്പോൾ അത്രയും ആ പുരുഷസൂക്തം കൊണ്ട് ചൊല്ലിയപ്പോൾ അർക്കമണ്ഡലം ഉദിച്ചു എങ്ങനെ തെളിഞ്ഞ് തൽക്കാലേ പുരോഭുവി കേവലം തെളിഞ്ഞ് ആയുധാർക്കമണ്ഡലം, എത്രമാത്രം ആയുധം? 1000 അതോ 10000 എത്ര ഒരു കണക്കാണത്. അത്രയും പിന്നെ തേജസ്സോടുകൂടിയ ഭഗവാൻ, അത് അർക്കൻ ആദിത്യൻ ആയുധം സഹസ്രം ആണെന്ന് തോന്നുന്നു. അത്രയും സൂര്യൻ ഒന്നിച്ച് ഉയരുന്നത് പോലെ പുഷ്കരോത്ഭവന്, അതായത് ഈ വേദാവായ ബ്രഹ്മാവിന് ഭഗവാൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാണായി വന്ന് അതിങ്കിൽ നിന്ന് ഒക്കവേ ഭഗവത് സങ്കല്പങ്ങൾ കേൾക്കായി വന്നു. അങ്ങനെ വന്നിട്ട് എന്തെന്ന് അത്രയും ശോഭയോടുകൂടിയ ഭഗവാൻ ഇങ്ങനെ ഉദിച്ചുയർന്നു വന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഭഗവാന്റെ സങ്കല്പങ്ങളും കേൾക്കായി വന്നു. സ്വച്ഛമായതി മധുരോക്തി മാർഗോപശ്രേണി വർച്ചസ നിജഹൃതി വിശ്വാസം വളർന്ന് ആദിവിസ്മയം കലർന്ന് അരവിന്ദലോചന പ്രഭാലഗ്ന വന്ദനം ചെയ്തു പത്മജൻ തഥാമുദ. അങ്ങനെ ഭഗവാനെ ഇങ്ങനെയെല്ലാം വന്ദനമൊക്കെ ചെയ്തിട്ട് പത്മജൻ, അതായത് ഈ ബ്രഹ്മാവ് പ്രാർത്ഥിച്ച് ഇതെല്ലാം തെളിഞ്ഞ് കണ്ടു. ഭഗവാനിങ്ങനെ ആ സഹസ്രം അർക്കൻ ഉദിച്ചു വരുന്ന പോലെ കണ്ടപ്പോൾ ബ്രഹ്മാവ് എല്ലാം വന്ദനമൊക്കെ ചെയ്തിട്ട്
ദക്ഷാരി പാർശ്വ ഉപഗമ്യ നിർജ്ജരന്മാരോടക്ഷണം അവസ്ഥകളെ പേരുമറിയിച്ചാൻ. ദക്ഷാരി പാർശ്വം ഉപഗമ്യ നിർജ്ജരന്മാരോട് അക്ഷണം അപ്പോൾ തന്നെ ഈ ഭഗവാനോട് എല്ലാ വിഷമങ്ങളും എല്ലാം പറയുന്നു, അവസ്ഥകളെ പേരും അറിയിച്ചു. അപ്പോൾ ഭഗവാൻ വിശ്വൈകനാഥൻ പരമാനന്ദൻ അധോഷജൻ അച്യുതൻ ആത്മാരാമൻ അഖില സമാധാരൻ ശില്പുമാൻ പ്രകൃതി ഭിന്നാത്മകൻ ഗുണാധാരൻ ഉൽപ്പലേക്ഷണൻ കരുണാലയൻ നാരായണൻ പറയുന്നു. പൃഥ്വീഭാരത്തെ തീർത്തു രക്ഷിപ്പാൻ മധുരയിൽ ഉത്തമനായ വസുദേവ മന്ദിരത്തിങ്കൽ വിഷ്ണു ഭക്തിയെ പൂണ്ട ദേവകീ ഗർഭസ്ഥനായി കൃഷ്ണനായി മായാമർത്യനായി അവതരിച്ചിടും. അങ്ങനെ പറയുന്നു. ഭഗവാൻ പറയുന്നു, കരുണാലൻ നാരായണൻ പൃഥ്വീഭാരത്തെ തീർത്ത് ഭൂമിയിലെ ഭാരമൊക്കെ തീർത്ത് രക്ഷിക്കാൻ നമ്മളെല്ലാം രക്ഷിപ്പാൻ വേണ്ടി ഭഗവാൻ മധുരയിൽ ഉത്തമനായ വസുദേവ മന്ദിരത്തിങ്കിൽ വിഷ്ണു ഭക്തിയെ പൂണ്ടിരിക്കുന്ന ദേവകിയുടെ ഭഗവാനെ തന്നെ നാരായണനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേവകി. അപ്പോൾ നമ്മളെന്ത് വേണം? ഇത് കേട്ടിട്ട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ നമ്മളിലും ഇങ്ങനെ വന്ന് ഉദിക്കും. ഇവിടെ ഭഗവാൻ എങ്ങനെ ദേവകിയിൽ വന്നത്? ദേവകി അത്രത്തോളം ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഭൂമിയിൽ. അപ്പോൾ പിന്നെ അവിടെ വന്നു ഭഗവാൻ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുക്കലും വന്ന് നമ്മളെ സഹായിക്കും. അപ്പോൾ ഉൽപ്പലേഷണൻ കരുണാലയൻ നാരായണൻ പൃഥ്വീഭാരത്തെ തീർത്ത് രക്ഷിപ്പാൻ മധുരയിൽ ഉത്തമനായ വസുദേവ, അതാ ഉത്തമന്മാരുടെ അടുക്കലേ ഭഗവാൻ വരും. എവിടെ ഉത്തമനുണ്ടോ എന്ന് നോക്കും, അവിടെ വരും. ഉത്തമനായ വസുദേവ മന്ദിരത്തിങ്കൽ വിഷ്ണു ഭക്തിയെ പൂണ്ട ദേവകി ഗർഭസ്ഥനായി കൃഷ്ണനായി മായാമർത്യനായി അവതരിച്ചിടും. ഭഗവാന് അങ്ങനെ ഇങ്ങനെയുള്ള വീട്ടിലൊന്നും വരത്തില്ല. എത്രത്തോളം ഭഗവാന് ആവശ്യമുണ്ട്. ഉത്തമന്മാരാരാണ്? ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അങ്ങനെയാണ്. ഭർത്താവ് ഉത്തമനാണെങ്കിൽ എന്താ എൻ്റെ അർത്ഥം? ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കുകയും നല്ല നല്ല പ്രവൃത്തി ചെയ്യുന്നതല്ലേ ഉത്തമന്മാർ. അപ്പോൾ അതുപോലെ ഒരു ഭർത്താവും അതുപോലെ തന്നെ എപ്പോഴും വിഷ്ണു ഭക്തിയെ, കാരണം ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ഭക്തിപൂർവ്വം ഇരിക്കുന്നതാണ് ദേവകി. അങ്ങനെയുള്ളൊരു കുടുംബത്ത്, ആ ഒരു ഭവനത്തിൽ മന്ദിരത്തിൽ ഭഗവാൻ കൃഷ്ണനായി മായാമർത്തിനായി അവതരിച്ചിടും. വിശ്വകാരിണി വിഷ്ണുമായയും വ്രജത്തിങ്കൽ അച്യുത ഭക്തയായ നന്ദിനിയിങ്കൽ തഷണേ കുമാരിയായി ഉത്ഭവിപ്പതും കാണാം. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു? വിശ്വകാരിണിയായിരിക്കുന്ന മഹാമായ ദേവിയും വ്രജത്തിങ്കൽ നന്ദഗോപരുടെ വീട്ടിൽ, അതായത് അച്യുത ഭക്തയായ, അതും ഇങ്ങനെ അതും ഭഗവാനിൽ ഭക്തയായ നന്ദിനിയിങ്കൽ, അതായത് നന്ദഗോപരുടെ നന്ദിനി ഭാര്യയിൽ തൽക്ഷണേ കുമാരിയായി ഉത്ഭവിപ്പതും. അപ്പോൾ അവിടെ ഭഗവാൻ എവിടെ വരും? പിന്നെ വസുദേവരുടെ ഭവനത്തിൽ ദേവകിയുടെ ഉള്ളിൽ അവിടെ വരും ഭഗവാൻ നാരായണൻ. ഭഗവാന്റെ മായയായിട്ട് മായാഭഗവതി എവിടെ വരും? നന്ദിനിയെങ്കിൽ നന്ദഗോപരുടെ വീട്ടിൽ, യശോദയുടെ വീട്ടിൽ, അതായത് നന്ദഗോപരാണല്ലോ, അവിടെ വരും ആരാ? കുമാരി മഹാദേവി ഭഗവതി അവിടെ വരും. അപ്പോൾ 2 പേരും കൂടെ വരണം, എന്നാലേ ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നന്ദിനിയെങ്കിൽ വിഷ്ണുമായ, അതായത് അച്യുത ഭക്തയായ നന്ദിനിയെങ്കിൽ ആര്? വ്രജത്തിൽ വിഷ്ണുമായയും വിശ്വത്തിൻ്റെ കാരണിയാണ് മായാദേവി. അത് അച്യുത ഭക്തയായ ഭഗവാന്റെ ഭക്തയായ നന്ദഗോപരുടെ വീട്ടിലെ നന്ദിനിയെങ്കിൽ അവിടെ ഉള്ളിൽ ഈ മഹാമായ അവിടെ അവതരിക്കും. ഭഗവാൻ എവിടെ അവതരിക്കും? ദേവകിയിൽ അവതരിക്കും. ഇങ്ങനെ തൽക്ഷണേ കുമാരിയായി ഉത്ഭവിപ്പതും കാണാം. ഇതാരുടെ പറയുന്നേ? ബ്രഹ്മാവ് സ്തുതിച്ചു, പുരുഷസൂക്തം ചൊല്ലി സ്തുതിച്ചു വന്ദിച്ചപ്പോൾ ഭഗവാൻ ഇതൊക്കെ അവിടെ പറയുന്നു. സഹസ്ര കിരണൻ്റെ ശോഭയോടുകൂടി അവിടെ അവതരിച്ച് ഭഗവാൻ അവരെ പ്രത്യക്ഷമായി കണ്ട് ഇതെല്ലാം പറയുന്നു. നമുക്കും ഇതാണ് അനുഭവം. നമ്മളിതുപോലെ വേണം. നമ്മളിത് വായിച്ചാൽ എന്തിനാ? നമുക്ക് ഇതുപോലെ ഒരു വീട്ടിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഇനിയുള്ള തലമുറയെങ്കിലും, ഇതുവരെ നമുക്ക് ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല, ഇനിയെങ്കിലും ഒരു കുഞ്ഞുങ്ങളെ തലമുറ വരുമ്പോൾ അങ്ങനെ കിട്ടണം. ഭഗവാനെ, എൻ്റെ കുഞ്ഞിന് ഒരു ഭാര്യയെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാലും ഒരു ഭർത്താവായ ഒരു മകൾക്ക് വന്നാലും ഇങ്ങനെ രണ്ടിനും നല്ല ദൈവികമുള്ളതായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം പണ്ടൊന്നും അങ്ങനെ അറിയത്തില്ലല്ലോ.
നമ്മൾ എങ്ങനെയൊക്കെയോ വന്നു ചേർന്നു. ഒരാൾ അസുരനാണെങ്കിൽ ഒരാൾ ദേവനായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ദേവിയാണെങ്കിൽ ഒരാൾ ദേവൻ, ഇങ്ങനെ അസുരൻ, ഇങ്ങനെയൊക്കെയാണ് ഈ ലോകത്തുനിന്ന്. അതെന്താ കാരണം ദൈവം അങ്ങനെ വരുത്തുന്നത്? കലിയുഗത്തിൽ ഇതാ പറഞ്ഞേക്കുന്നത്. അതിനിങ്ങനെ വന്നല്ലേ പറ്റൂ. ഇനിയെങ്കിലും ഒരു നല്ലൊരു യുഗം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ദൈവമേ, അതുപോലെ ഇത് വായിക്കുന്ന എന്തിനാ ഭഗവാനെ, ഇതുപോലൊരു ദേവകിയായിട്ടും ഒരു വസുദേവരായിട്ടും ഒരു നന്ദഗോപരായിട്ടും ഒരു യശോദയായിട്ടുള്ള ജീവിതം നമുക്കുണ്ടാകണമേ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എന്താ അങ്ങനെ പ്രാർത്ഥിച്ചാൽ? എപ്പോഴും ഭഗവാന്റെ കൃപ 1000 കിരണനെ ഉദിച്ചതുപോലുള്ള ശോഭ ഓരോ ഭവനത്തിലും കാണും. എന്താ കാരണം? എപ്പോഴും ഭഗവാനെ തന്നെ ആരാധിക്കുന്നൊരു വീട്ടിൽ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, അച്യുത ഭക്തയായ നന്ദനന്ദിനിയെങ്കിൽ വിഷ്ണുമായ ഭഗവാന്റെ മായ അവിടെ വരും. വിശ്വകാരുണി, ലോകത്തിൻ്റെ കാരുണിയായിരിക്കുന്ന മഹാമായ. അതുപോലെയാണ് ഭഗവാനെ ഉത്തമനായ വസുദേവരുടെയും വിഷ്ണുഭക്തയായ ദേവകിയുടെയും ഭവനത്തിൽ, മന്ദിരത്തിൽ ഞാൻ അവിടെ അവതരിക്കും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് വേണം? ഇത് പഠിക്കണ്ടേ? നമ്മളിങ്ങനെ ആകണ്ടേ? നമ്മുടെ ഓരോ വീടുകളിലും ഇങ്ങനെ വരണ്ടേ? അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇനിയെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു പോയി. അവരിപ്പം ഇതൊക്കെ നോക്കി ഞാൻ പറയുന്നതെല്ലാം, അതുപോലെ ഒരുപാട് മഹാത്മാക്കൾ ഇതിൽ കൂടെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താ ഒന്നും അല്ല, എന്നാലും അവരൊക്കെ മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു. എന്നെക്കാൾ ഉപരി എൻ്റെ മോൻ അറിയാവുന്ന. ഞാൻ ഇന്നലെ ഇവിടെ എൻ്റെ ഇതിന് കേക്ക് കണ്ടിക്കാൻ അവർ വാങ്ങിച്ചുകൊണ്ട് വന്നു രാത്രി. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എൻ്റെ മകൻ എന്നെക്കാൾ കൂടുതൽ രാമായണം, വാൽമീകി രാമായണത്തിൻ്റെ അതൊക്കെ എവിടെ ഞാൻ നിനക്ക് എവിടുന്ന, ഇതൊക്കെ യൂട്യൂബിലുണ്ട്. അവർ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കാണും. വെറുതെ ഒന്നും ഇരിക്കുമല്ലെന്ന് എനിക്കറിയാം. എൻ്റെ മക്കൾ അങ്ങനെ വെറുതെ പാഴി പോകുന്നത് തോന്നുന്നുണ്ടോ? എനിക്കും എൻ്റെ അപ്പം വിശ്വാസം. അപ്പം നീ ഇതൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടോ? വീട്ടിൽ സമയമില്ലെങ്കിലും ഇറങ്ങി പോകുമ്പോൾ അവരൊരു സ്ഥാപനത്തിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ വർക്ക് കഴിയുമ്പോൾ അവരിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് അങ്ങനല്ലേ വരാനൊക്കെ ഉണ്ട്. എല്ലാ മക്കളും, എൻ്റെ പൊന്നുമക്കളെ, എല്ലാവരുടെയും ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഒരു ഭക്തനും ഭക്തിയാകണം. അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ ഇങ്ങനെ വേണം. അപ്പോൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു മകനാണെങ്കിൽ ഒരു മകളെ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ മകളായിരിക്കണം. ഒരു മരുമകളായിട്ടല്ല കാണേണ്ടത്, ഒരു മകളായിട്ടും ആ മകള് ആ വീടിൻ്റെ ഐശ്വര്യമായി നമ്മൾ കാണുകയും അവർക്ക് ഭക്തി വർദ്ധിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവരാൻ ഇടവരണേ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിക്കാനുള്ളൊരു കൃപ അതിനുണ്ടാകണമേ. ഇന്നത്തെ കാലത്ത് ഒരു ഗുണദോഷവും പറഞ്ഞു കൊടുക്കാൻ ഒക്കാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഭഗവാനെ, ഒരു കുട്ടി വരുമ്പോൾ അതിന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കുഞ്ഞാണെങ്കിൽ നമ്മളതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാനുള്ളൊരു കൗതുകം ഉണ്ടാകണമേ, നല്ല കാര്യങ്ങൾ. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ നമ്മൾ വേണം. ഇത് അങ്ങനെ മക്കൾക്ക് നമുക്ക് വേണ്ടുന്നതെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയും വേണം. ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഈ പാഠങ്ങൾ കൊടുക്കണം. നമ്മൾ പഠിച്ചിട്ട് ഈ പാഠം അവർക്ക് കൊടുത്താലും മതി. കുഞ്ഞിനേ കൊടുക്കും, അവരെ കേൾക്കും. വളർന്നാൽ പിന്നെ അവർ ഇനി അമ്മ പറഞ്ഞ കേൾക്കായിരിക്കും ഇല്ലയോ എന്നും പറഞ്ഞാൽ അവരവരെ പാട്ടിന് പോകും. അതുകൊണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയണം? അങ്ങനെ അച്യുത ഭക്തയായ നന്ദിനിയെങ്കിൽ തൽക്ഷണേ കുമാരിയായി ഉത്ഭവിപ്പതും കാണാം. അക്ഷി കർണൗഘാധിപൻ അഗ്രജനായും വരും. അത് ജ്യേഷ്ഠനായിട്ട് ആര് വരും? അനന്തൻ. അക്ഷി കർണൗഘാധിപൻ അഗ്രജനായും വരുമെന്ന് പറഞ്ഞാൽ അവിടെ അനന്തനാണല്ലോ ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് വരുന്നത്, ബലരാമൻ. അതാണ് അവിടെ അക്ഷി കർണൗഘാധിപൻ. അഗ്രജൻ വെച്ചാൽ ജ്യേഷ്ഠൻ, ഭഗവാന്റെ ജ്യേഷ്ഠൻ. അഗ്രജനായും വരും. ഭദ്രനാം അരവിന്ദ നേത്ര അനുചരന്മാരായി വർത്തിപ്പാൻ അമർത്യന്മാർ മിക്കതും മടിയാതെ. പൃഥ്വി പാലകരായും പൃഥ്വി ദേവകളായും പൃഥ്വിയിൽ വൃഷ്ണ്യന്തക ഭോജ യാദവ ഗോപസത്തവന്മാരായും ചെന്നൊക്കവേ ജനിക്കേണം. അപ്പോൾ ഇവിടെ ആരൊക്കെയാ? പിന്നെ അവിടെ നിന്ന് ഒരുപാട് പേര് ഇവിടേക്ക് വരും. അവിടെ പൃഥ്വിയിൽ പാലകരായി വരുന്നതും പൃഥ്വിയിൽ ദേവകളായി വരുന്നതും എല്ലാം പൃഥ്വിയിൽ വൃഷ്ണ്യന്ധക ഭോജ യാദവ ഗോപസത്തമന്മാരായും ചെന്നൊക്കെ ജനിക്കണം. അങ്ങനെ ഭഗവാനും ഇതൊക്കെ ഒരുപാട് കാരണങ്ങൾ. ഇപ്പം തന്നെ രാമായണത്തിൽ നമ്മളിവിടെ കവികൾ, കുരങ്ങന്മാരെല്ലാം ദേവലോകത്തുനിന്ന് വന്നവരാ. എന്തിനാ? ശ്രീരാമനെ ഇതിനു വേണ്ടി സഹായിപ്പാൻ. അതിനുവേണ്ടി. അതുപോലെ തന്നെയാണ് അന്നും ഗോപന്മാരും ഗോപികളായിട്ടൊക്കെ വന്നതെല്ലാം അവിടുന്ന് ദേവലോകത്തുനിന്ന് വന്നവരാണ്. പൃഥ്വിപാലകരായി വന്ന കുറേ ജനങ്ങൾ ഈശ്വരന്, ഈ ഗോപികളും ഗോപന്മാരും പൃഥ്വി ദേവകളായും പൃഥ്വിയിൽ, അത് ഭൂമിയിൽ ദേവകളായും വൃഷ്ണ്യന്തക ഭോജ യാദവ ഗോപ സത്തമന്മാരായും ചെന്നൊക്കെ ജനിക്കണം. ഭഗവാൻ അവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിട്ടു. നമുക്കിനി അടുത്ത ദിവസം അതിൻ്റെ ബാക്കി വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.